ഞങ്ങളും മകള് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ വേദന. അപ്പോൾ പറയാൻ പറ്റില്ല. അത്രയും ക്രൂര മനസ്സാവില്ല. രണ്ടും ഞാൻ പറയാൻ കൊടുത്തിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഇല്ല. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. മുൻപ് നിങ്ങൾ ഒരു പരാതി കൊടുത്തിരുന്നോ? പരാതി ഞാൻ ഒരു വട്ടം അവൻ റോഡിലിട്ട് കോളേജിന്റെ മുന്നിലിട്ട് തല്ലിയിട്ട് പരാതി ഞാൻ കൊടുത്തിരുന്നു. അതിന് ശേഷം പിന്നെയും ഫോൺ വിളിക്കാൻ സമ്മതിക്കാറില്ല, ഒന്നും ചെയ്യാൻ ബന്ധപ്പെടാൻ ഇതാക്കാറില്ല. ജോലി ഞാൻ ജോലി ചെയ്യാനായിട്ട് ചെന്നൈക്ക് വീട്ടിലാണ് ഇന്റേൺഷിപ്പ് കിട്ടിയിട്ട് അവളെ ചെന്നൈയിൽ പഠിക്കാൻ 6 മാസം ഇതിന് പോയിട്ട് ഇതാക്കിയിരുന്നു. അതിന് പോയിട്ട് അവിടെ നിന്ന് അതിൻ്റെ ആരോഗ്യം തികച്ചിട്ടില്ല. അതുകൊണ്ടപ്പോഴാണ് കൊടുത്തത്. ഇങ്ങനെ പോയി പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകാനായിട്ട് പോയത്. അമ്മയും മക്കളും കൂടി പോയിട്ട് അവിടെ നിന്ന് പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ പോയതിന് ശേഷം ഇവരെ ജീവിച്ചോട്ടെ വെച്ചിട്ട് സർട്ടിഫിക്കറ്റൊക്കെ ഇവിടെ വെച്ചിട്ട് അവള് പോയി. സർട്ടിഫിക്കറ്റുകളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് പോയത്. അതൊക്കെ ഞാൻ തിരിച്ചു കൊടുത്തു. എന്തായിക്കോട്ടെ, ജോലി ജീവിച്ചോട്ടെ വെച്ചിട്ട്. പക്ഷെ ഇങ്ങനെയാക്കി വിചാരിച്ചില്ല, ഇങ്ങനെയാവുമെന്ന് വിചാരിച്ചില്ല. അവനിങ്ങനെ ഇതാക്കുന്നു. അവൻ പെയിന്റ് പണിക്ക് അവൻ നല്ലിങ്ങനെ അവിടെ ഇത്രയും ടിന്നറൊക്കെ വീട്ടിലുണ്ടാക്കേണ്ട ആവശ്യമില്ല. നാട്ടുകാർ പറയാറുണ്ട് അവിടെ ഭയങ്കര തല്ലും വഴക്കാണെന്നൊക്കെ പറയാറുണ്ട്. എന്നും കളം ഉണ്ടാവാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. പിന്നെ അവര് ഒരുപാട് എന്നും ഫോൺ വിളിക്കാൻ സമ്മതിക്കാറില്ല. നിങ്ങളെ വിളിച്ചപ്പോൾ അവയെപ്പോഴും ഭയങ്കര സംശയമാണ് അവന്. എവിടേക്ക് പോകണമെങ്കിലും അവൻ ഉണ്ടാവും കൂടെ, എന്നിട്ട് കൂടെ കൊണ്ടുപോലും ഇതൊക്കെ ഭയങ്കര ഒരു ക്രൂര മനസ്സാണ് അവന്. കഞ്ചാവ് കേസിനും ഒക്കെ ഇതും ഇതൊക്കെ കാളവും ടീമായിട്ട് അവൻ്റെ ടീമുകളൊക്കെ തന്നെയാണ്. ഇതൊക്കെ അറിഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മോളെ നീ ഇതൊന്നും ചെയ്യല്ല, നീ എന്ത് ബുദ്ധിമുട്ടുണ്ട്, നീ വീട്ടിൽ പോകുന്നോളെ ഞാൻ പറഞ്ഞിട്ടും ഉണ്ടാവുള്ളൂ. വന്നിട്ടില്ലോ അവിടെ ഇങ്ങനെയാണല്ലോ കൊന്ന.